തൃശൂർ ദേശീയപാത 544-ൽ പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്താൻ വീണ്ടും കളക്ടറുടെ ഉത്തരവ്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായിട്ടും കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് ഉത്തരവ്. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകിയ ദേശീയപാത അധികൃതർ വാക്കുപാലിച്ചില്ലെന്ന് കളക്ടർ അറിയിച്ചു. സമാനമായ പ്രശ്നങ്ങളെ തുടർന്ന് ദിവസങ്ങൾക്ക് മുൻപ് കളക്ടർ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഉത്തരവിറക്കിയിരുന്നു. സാനു കെ സജീവ് ചേരുന്ന വിവരങ്ങളുമായി. സാനു, വീണ്ടും ഈ തൃശൂർ ദേശീയപാതയിലെ പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്താനുള്ള ഉത്തരവാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഗതാഗതക്കുരുക്ക് ഇപ്പോഴും രൂക്ഷമാണ്. പക്ഷേ എപ്പോഴും എന്തുകൊണ്ടാണ് ഈ ഉത്തരവുകൾ ഉണ്ടാകുമ്പോഴും ഈ വാക്ക് പാലിക്കാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നത്? വീണ, ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ പാലിയേക്കര ടോളിലും അതേപോലെ തന്നെ ഈ ദേശീയപാതയിലും വലിയ ഗതാഗതക്കുരുക്കാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രൂക്ഷമായിട്ടുള്ള ഗതാഗതക്കുരുക്കും അതേപോലെ ആംബുലൻസ് അടക്കമുള്ള അവശ്യ സർവീസുകൾ ഈ കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രോഗികളുമായിട്ട് വരുന്ന ആംബുലൻസ് മണിക്കൂറുകൾ ഈ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് വലയുന്നത് പതിവ് കാഴ്ചയാണ്. തുടർന്ന് ഏതാനും ദിവസം മുൻപ് ഇത്തരത്തിൽ കളക്ടർ ഈ ടോൾ പിരിവ് നിർത്താൻ വേണ്ടി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ കരാർ കമ്പനിയുടെയും ദേശീയപാത അതോറിറ്റിയുടെയും ഉറപ്പ്, അതായത് ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കി നൽകാം എന്നുള്ള ഒരു ഉറപ്പിന്റെ പശ്ചാത്തലത്തിൽ അന്ന് കളക്ടർ ഈ ഒരു ടോൾ പിരിവ് മരവിപ്പിച്ചത് നടപടി പിൻവലിച്ചിരുന്നു. തുടർന്ന് ഏതാനും ദിവസങ്ങൾ കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. അതായത് കുറച്ച് ദിവസങ്ങൾ ഇതിനു വേണ്ടി നൽകിയിരുന്നു. ഈ നടപടികൾ, അതായത് ഈ കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു സമയപരിധി കളക്ടർ ഈ ദേശീയപാത അതോറിറ്റിക്കും അതേപോലെ തന്നെ ഈ കരാർ എടുത്തിട്ടുള്ള, അതായത് നിർമ്മാണ പ്രവർത്തികൾക്ക് കരാർ എടുത്തിട്ടുള്ള കമ്പനിക്ക് നൽകിയിരുന്നു. ആ സമയപരിധി അവസാനിച്ചതോടുകൂടിയാണ് ഇന്നലെ വൈകിട്ട് ഈ ടോൾ പിരിവ് മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് കളക്ടർ പുറപ്പെടുവിച്ചത്. എന്നാൽ ഇന്ന് രാവിലെയോടെ നമ്മൾ അറിയാൻ സാധിച്ചത് ഈ കളക്ടറുടെ ഉത്തരവ് പിൻവലിക്കുകയാണ്, അതിനുള്ള നടപടികൾ ആരംഭിച്ചു എന്നുള്ളതാണ്. അതായത് കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും ഉടൻ നടപടി സ്വീകരിക്കാമെന്ന വാക്കാൽ ഒരു ഉറപ്പ് ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ടോൾ പിരിവ് നിർത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഉടൻ തന്നെ മരവിപ്പിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് ടോൾ പിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അത് കളക്ടറുടെ ഒരു ഉത്തരവ് ടോൾ പിരിക്കാം എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വരും. ദേശീയപാത അതോറിറ്റി അതേപോലെ കരാർ കമ്പനി ഈ കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി നടപടി ഉടൻ സ്വീകരിക്കുമെന്ന് ജില്ലാ ഭരണകൂടത്തിന് ഉറപ്പ് നൽകിയതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഓക്കെ, ശരി.